നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്ന മോഹൻലാൽ കാരണം 2 ദിവസം മുമ്പ് റോഡ് മുഴുവൻ ബ്ലോക്കായി. അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുത്താൻ മോഹൻലാലിന് എന്താ അവകാശം? അതിന് ഒരു 2 ആഴ്ച മുമ്പ് മറ്റൊരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ റോഡ് ബ്ലോക്കായതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ എന്ന് ഞാൻ ചോദിച്ചു. മോഹൻലാൽ വന്നതുപോലെ മഞ്ജു വാര്യർ ഇപ്പോൾ അവിടെ വന്നല്ലോ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന്. നിങ്ങൾക്ക് അതിലൊന്നും ഒട്ടും പ്രയാസമില്ലേ? അതുപോലെ തന്നെ ഹിന്ദിയിൽ ഈ തുണിയും മണിയൊന്നും എടുക്കാത്ത ഒരു പെണ്ണും പിള്ള ശരീരമാസകലം കാണിച്ച് കൊച്ചിയിൽ ഏതൊരു തുണിക്കടയോ അങ്ങാടിക്കടയോ ബാർബർ ഷാപ്പോ എന്തോ ഉദ്ഘാടനം ചെയ്യാൻ വന്നല്ലോ. കൊച്ചി മുഴുവൻ ഉച്ചവരെ ബ്ലോക്കായി. അന്ന് നിങ്ങൾ പ്രതികരിക്കാത്തത് എന്താ? ഇങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചു. മോഹൻലാലിനെ കൊന്നു കളഞ്ഞാൽ കൊള്ളാമെന്നുള്ള ദേഷ്യത്തിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഞാൻ ഇതിൽ പറയാത്ത കുറേ കാര്യങ്ങൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു. ഞാനതങ്ങ് വിടുകയാണ്, അത് വേണ്ടാന്ന് വെച്ചു. അയാളെ ഞാൻ കുറേ ഉപദേശിച്ചു. മോഹൻലാൽ റോഡ് ബ്ലോക്കാക്കിയതിൽ രോഷം കൊണ്ട ആളെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? സാക്ഷാൽ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനാണ് എന്നെ ഇന്ന് വിളിച്ചിട്ട് രോഷം കൊണ്ടത്. ഇപ്പോൾ സന്തോഷ് വർക്കിക്ക് എന്തെങ്കിലും പറയണം എന്ന് തോന്നിയാൽ അപ്പോൾ എന്നെയാണ് വിളിക്കാറ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എവിടെയെങ്കിലും വെച്ചിട്ട് അടിയൊക്കെ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഞാനത് വിട്ടു. കാരണം ഇടയ്ക്ക് അയാൾ ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞൊരു കള്ള പ്രോഗ്രാം ചെയ്തതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് അയാളോടുള്ള ദേഷ്യവും പകയും ഒക്കെ പോയി. മോഹൻലാൽ റോഡ് ബ്ലോക്കാക്കിയ പ്രതിഷേധം പറയുമ്പോഴും സന്തോഷ് വർക്കി മറ്റൊരു കാണേണ്ട കാഴ്ച കണ്ടില്ലാന്ന് തോന്നുന്നു. എരുമയെ പോലെ ശാരീരിക വളർച്ചയുള്ള, കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടിയുള്ള, ഏതൊക്കെയോ കൂതറ സിനിമകളിൽ അഭിനയിച്ച ഒരു സിനിമാക്കാരി മോഹൻലാൽ വന്ന ഇതേ സമയത്ത് അടിപ്പാവാടയും ജാക്കറ്റും ഇട്ട് സാരി ഉടുക്കാൻ മറന്ന പോലെ ഒരു ഉദ്ഘാടനത്തിന് വന്ന വരവ് സന്തോഷ് വർക്കി കണ്ടില്ലാന്ന് തോന്നുന്നു. അപാരമായ തൊലിക്കെട്ടിയുള്ളവർക്കും ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ആട്ടി വരാൻ തോന്നില്ല. ഈ വിഷ്വലിൻ്റെ താഴത്തെ കമൻറ്റുകൾ വായിച്ചു നോക്കണം. ഈ അവതാരം വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ തടിച്ച് ചീർത്ത എല്ലാം തുറന്നിട്ട് കാണിച്ച പോലെ പോകുന്ന അഗ്ലിയായി നടന്നു പോകുന്ന ഈ പെണ്ണുപിള്ളയുടെ ആ വിഷ്വലിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത് വായിച്ചാൽ ഇവള് അപ്പം 6 മാസം ഗർഭിണിയാവും. അങ്ങനത്തെ തെറിയാണ് ആളുകൾ വിളിച്ചിരിക്കുന്നത്. ഞരമ്പന്മാർക്ക് പോലും ഇവളുടെ ഈ നടത്തം സഹിച്ചില്ല. എന്താ പറയുക, കൂഴച്ചക്കകൾ ഇട്ട് അടിച്ച് ആട്ടി പോണത് കണ്ടപ്പോൾ കൂഴച്ചക്കയുടെ വലിപ്പമുണ്ട്. അങ്ങനെ പോണത് കാണുമ്പോൾ ഞരമ്പന്മാർക്ക് പോലും സഹിച്ചില്ലെങ്കിൽ എത്ര ബോറാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആറന്മുള പൊന്നമ്മാമ്മയും കബീർ പൊന്നമ്മാമ്മയും സുകുമാരി ചേച്ചിയും ഒക്കെ ഇതൊക്കെ കാണാതെ നേരത്തെ പോയത് നന്നായി എന്ന് ഞാൻ പറയും. അവരുമൊക്കെ സിനിമാ നടികളായിരുന്നു. ഇവിടെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന മഞ്ജു വാര്യരും സിനിമാ നടിയാണ്. പക്ഷേ ഇതുപോലെ അർവാണിച്ചുകൾ തുനിഞ്ഞാൽ നിർവ്വാണമില്ല എന്ന് പണ്ടുള്ളവർ പറയും. ക്യാമറയുടെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന കാഴ്ചകൾ അപാര തൊലിക്കെട്ടിയുള്ളതായിരിക്കും കേട്ടോ. ഇവളൊക്കെ എനിക്ക് തോന്നുന്നു ഉദ്ഘാടനത്തിനെന്നല്ല, ഒരു 5 ലക്ഷം രൂപ തരാം, റോഡിൻ്റെ നടുക്കിരുന്ന് മൂത്രം ഒഴിക്കുമെന്ന് ചോദിച്ചാൽ അതും ചെയ്യുന്ന കൂതറകളായിരിക്കും. ഇതിൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഇതൊന്നും കാണില്ല. ഇത് എടുത്ത് കെട്ടി പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കേണ്ട എടി ഇതൊക്കെ നിന്നെ കെട്ടണനെ കാണിച്ചാൽ പോരെ, ഇതെന്തിന് റോഡിൽ ക്യാമറയുടെ മുമ്പേ കാണിക്കണമെന്ന് തന്തയും തള്ളയെങ്കിലും ചോദിക്കണ്ടേ? കഷ്ടമായി. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്ന ലോകത്തിലെ എല്ലാ മലയാളികൾക്കും നവ്യമായ വർണ്ണാഭമായ ഒരു തിരുവോണം ആശംസിക്കുന്നു. അടുത്ത ഒരു വർഷക്കാലം, ഓണവർഷമായി ഒരു വർഷക്കാലം നന്നായി ജീവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കുന്നു.
നമ്മുടെ സിനിമാ രംഗത്ത് ബഹുമാനം കൊണ്ടുള്ള ചെറിയ പേടി കൊണ്ട് അടുത്തേക്ക് അധികം ആരും പോകാത്ത ഒരാളെ പറഞ്ഞാൽ ഞാൻ പറയും അത് ജോഷി സാറാണെന്ന്. ഒരുമാതിരിപ്പെട്ട സിനിമാക്കാരൊന്നും ജോഷി സാറിൻ്റെ അടുത്തേക്ക് ചെല്ലില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ പേടി കലർന്ന ബഹുമാനം കൊണ്ടായിരിക്കാം. ഒരു ഒറ്റ ലുക്കിൽ തോന്നിയാൽ നമുക്ക് തോന്നും ആളൊരു വലിയ റഫാണെന്ന്. അതുപോലെ ഒരു റഫാണല്ലോ മമ്മൂക്കൈ. പക്ഷേ മമ്മൂക്കയുടെ മസിൽ പിടുത്തം എല്ലാവർക്കും അറിയാം. രൂപവും ഭാവവും കൊണ്ട് ജോഷി സാറിനെ ഒരു ഗ്യാപ്പിട്ടേ ആരും കാണും. എവിടെ കണ്ടാലും ഞാൻ ഓടി ജോഷി സാറിൻ്റെ അടുത്ത് ചെല്ലും. എൻ്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് നീ എപ്പോൾ വന്നടാ എന്ന സ്ഥിരം ചോദ്യം സാറിൻ്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ഓടി ചെല്ലുന്നത്. നീ എപ്പോൾ വന്നടാ? ആ ചോദ്യം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു ചേട്ടൻ എനിക്ക് ഇല്ലാത്തതിനാലാകണം അങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ജോഷി സാറിൻ്റെ ഈ കയ്യുടെ ഉൾവശമുണ്ടല്ലോ, എയർ കണ്ടീഷൻ പോലെ ഇരിക്കും. എയർ കൂളറല്ല, എയർ കണ്ടീഷൻ പോലെ ഇരിക്കും കൈ. ബേബി ശാലിനിയെ കയ്യിൽ പിടിച്ച് ജോഷി സാർ നടന്നു വരുന്ന ഒരു ചിത്രം എനിക്ക് ആരോ അയച്ചു തന്നു. എനിക്കോട് കലൂരാൻ അയച്ചു തന്ന അല്ല, ആരോ അയച്ചു തന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ചിത്രമാണ്. ഞാനത് AI സംവിധാനത്തിലൂടെ കളറിലാക്കി. ഒരു പേരക്കുട്ടിയെയും പിടിച്ച് നടന്നു പോകുന്ന അതുപോലെ സ്നേഹത്തോടെ ജോഷി സാർ നടന്നു പോകുന്ന ഈ ഫോട്ടോ കണ്ടപ്പോൾ ഈ ചിത്രത്തിന് ഒരു കഥ പറയാനാകും എന്നെനിക്ക് തോന്നി. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളിലൊന്നാണല്ലോ ഗൃഹലക്ഷ്മി, വനിതാ ദ്വൈവാരിക. അതിൽ കഥയിലെ നായികമാർ എന്നൊരു പങ്ക്തി തിരക്കഥാകൃത്ത് കലു ഡെന്നീസ് എഴുതിയിരുന്നു. ജയഭാരതി മുതൽ ബേബി ശാലിനി വരെ 40 പേരെക്കുറിച്ചായിരുന്നു ഈ പങ്ക്തിയിൽ കലൂരാൻ എഴുതിയത്. കഥ പറച്ചിൽ പോലെ തന്നെ രസകരമായ അനുഭവകഥയായിരുന്നു കഥയിലെ നായികമാർ. പുസ്തക രൂപത്തിൽ അത് ഏതാണ്ട് വരുമെന്നുറപ്പായി ഈ കലൂരാൻ്റെ ഈ പരമ്പര. കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന ഫോർമാറ്റിൽ നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ടീമായിരുന്നു കലു ഡെന്നീസും ജോഷി സാർ. കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന് പരിഹസിച്ചായിരുന്നു അക്കാലത്ത് എറണാകുളം ബെൽറ്റിലെ അസൂയാലുക്കളായ സിനിമാക്കാർ ഇവരെ വിളിച്ചിരുന്നത്. പത്രങ്ങളും കണക്കിനെഴുതി ഈ വിഷയത്തെക്കുറിച്ച്. പക്ഷേ യാഥാർത്ഥ്യമായിരുന്നു ആ ഫോർമാറ്റ്. ബേബി ശാലിനിയും ഏതെങ്കിലും എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഉദ്യോഗമുള്ള കഥാപാത്രമായി മമ്മൂട്ടിയും ഒരു ലെതർ ബ്രീഫ് കേസും പിടിച്ച് ശാലിനിയെയും എടുത്തു നിൽക്കുന്ന ഒരു പോസ്റ്റർ മാത്രം മതിയായിരുന്നു തിയേറ്ററുകളിൽ 100-150 ദിവസം ആളെ നിറയ്ക്കാൻ. ജോഷി, കലൂർ, ഡെന്നിസ് എന്ന ടീം ആ രാത്രി എന്ന സിനിമയിലൂടെയാണ് തുടക്കം കുറിച്ചത്. ആദ്യ സിനിമ തന്നെ ജൂബിലി എന്ന ബാനറിനെ പ്രശസ്തമാക്കി. വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമയുമായിരുന്നു ആ രാത്രി. ആ രാത്രി കണ്ട കുടുംബങ്ങളിൽ പലരും പിന്നെ കുറേ കാലം സെക്കൻഡ് ഷോ കാണാനായി സ്കൂട്ടറിൽ തിയേറ്ററിൽ പോകാൻ ഒന്ന് അറച്ചിരുന്നു. 1983 ഏപ്രിൽ 23 ആയിരുന്നു ആ രാത്രി റിലീസായത്. രവി എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു മമ്മൂട്ടി. ഭാര്യ ഇന്ദു, മകൾ മിനിമോൾ. മിനിമോളായത് ബേബി അഞ്ചു ആയിരുന്നു. ഇന്ദു ആയത് പൂർണിമ ജയറാം. ഈ മകളായ അഞ്ചു ജോഷി സാറിൻ്റെ തന്നെ കൗരവരിൽ മമ്മൂട്ടിയുടെ ഭാര്യയുടെ വേഷം ചെയ്തു. സെൻട്രൽ ജയിലിൽ വെച്ച് മമ്മൂക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ ചോദ്യം ചോദിച്ചതിന് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ നിങ്ങളുടെ മോളായിട്ട് അഭിനയിച്ച പെൺകുട്ടിയുടെ കൂടെ ഭാര്യയായിട്ട് ആ കുട്ടി നിങ്ങളുടെ പടത്തിൽ അഭിനയിച്ചപ്പോൾ നിങ്ങൾക്ക് നാണം തോന്നിയില്ലെന്ന് ചോദിച്ചു. സിനിമയിൽ ഉണ്ടാക്കണവനാണ് ഇവൻ്റെ ഒരു മറ്റേ ചോദ്യം എന്ന് പറഞ്ഞു എന്നെ കുറേ തെറി. ബാലു മഹേന്ദ്രയുടെ ഓളങ്ങളിലൂടെ അക്കാലത്ത് മലയാളിക്ക് പ്രിയപ്പെട്ട ബാലതാരമായിരുന്നു അഞ്ജു. ഓളങ്ങളിൽ ആൺകുട്ടിയായിട്ടായിരുന്നു അഞ്ജു അഭിനയിച്ചത്. മാധവക്കുട്ടി എഴുതിയ രുക്മിണിക്കൊരു പാവക്കുട്ടി എന്ന കഥയിൽ നിന്നും രൂപം കൊണ്ട KP കുമാരൻ്റെ
രുക്മിണി എന്നൊരു സിനിമയുണ്ട്, നല്ല സിനിമയാണ്. രണ്ടാനച്ഛനാൽ ബലാത്സംഗത്തിന് ഇരയായ ഹതഭാഗ്യയായ രുക്മിണിയായി അഞ്ജു നല്ല പ്രകടനം കാഴ്ചവെച്ചു. 1988 മികച്ച സംവിധായകനായി കെ പി കുമാരനും മികച്ച നായികയായി അഞ്ജുവും മികച്ച കഥാകൃത്തായി മാധവിക്കുട്ടിയും സംസ്ഥാന അവാർഡുകൾ നേടിയ ചിത്രമായിരുന്നു. മികച്ച ചിത്രമായി ഒരേ തൂവൽ പക്ഷികളും, രണ്ടാമത്തെ ചിത്രമായി ഷാജിയൻ കരുണിൻ്റെ ആദ്യ സിനിമയായ പിറവിയും, അതിലെ അഭിനയത്തിന് പ്രേംജി മികച്ച നടനുമായി. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട പിറവിയോട് ജൂറി പുറംതിരിഞ്ഞു നിന്നു എന്ന പരാതി അക്കാലത്ത് വലിയ വാർത്തയുണ്ടാക്കി. എന്നാൽ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്രമായും മികച്ച സംവിധായകനായും മികച്ച നടനായും ശബ്ദലേഖനായും പിറവി അവാർഡുകൾ നേടിയെടുത്തപ്പോൾ സംസ്ഥാന നിർണയത്തിൽ പാകപ്പിഴ ഉണ്ടായി എന്നതിന് ശക്തിയേറി. രുക്മിണിയായിരുന്നു മികച്ച പ്രാദേശിക ചിത്രം അക്കാലത്ത് ദേശീയ അവാർഡിൽ. ബുദ്ധദേവ് ദാസ് ഗുപ്ത ചെയർമാനും കവി സച്ചിദാനന്ദനും പ്രൊഫസർ ശിവരാഘം ബാലകൃഷ്ണനും ഓംചേരിയും എൻ മോഹനും അടക്കം പ്രമുഖ ജൂറികളാണ് അതിലുണ്ടായിരുന്നത്. എന്നിട്ടും സ്റ്റേറ്റ് അവാർഡ് നിർണയം പാളിപ്പോയി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡി വോർ പ്രത്യേക പരാമർശം, ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ജൂറി പ്രൈസ്, എഡിൻബർഗ് ഫിലിം ഫെസ്റ്റിവലിൽ ചാർലി ചാപ്ലിൻ അവാർഡ്, ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സിനിമ തുടങ്ങി 31 അവാർഡുകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ നേടിയെടുത്ത ചിത്രമായി പിറവി. ബേബി അഞ്ജുവിനെ പറഞ്ഞു പോയ വഴിയിൽ പിറവി വരെ എത്തിപ്പോയതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സ്വതന്ത്ര സംവിധായകനായ ഫാസിൽ ആദ്യകാലങ്ങളിൽ നിരവധി പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച സംവിധായകനായിരുന്നു. നവോദയ വിചാരിച്ചാൽ കിട്ടാത്ത ഒരു അഭിനേതാവോ ടെക്നീഷ്യനോ ഇന്ത്യൻ സിനിമയിൽ ഇല്ലായിരുന്നു. അവരുടെ ബാനറിൻ്റെ ഖ്യാതി, അവരെടുക്കുന്ന സിനിമകളുടെ പ്രത്യേകത, പണം, ഇതൊക്കെ നവോദയയെ മാറ്റി നിർത്തുന്ന നിർമ്മാണ വിതരണ കമ്പനിയാക്കിയിരുന്നു. പക്ഷേ ഫാസിലിന് തൻ്റെ ആദ്യ സിനിമ തന്നെപ്പോലെ തന്നെ നവാഗതരായാൽ മതിയെന്ന ചിന്തയായിരുന്നു. ആദ്യ സിനിമ വിജയകരമായി തലസ്ഥാനത്ത് 100 ദിനം ആഘോഷിക്കുക കൂടി ചെയ്തപ്പോൾ ഫാസിലിന് ധൈര്യമേറി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് പിന്നാലെ അദ്ദേഹം ചെയ്ത 2 സിനിമകൾ ധന്യയും ഈറ്റില്ലവും പരാജയത്തിൻ്റെ രുചി അറിഞ്ഞു. നന്നായിട്ട് പരാജയത്തിൻ്റെ രുചി അറിഞ്ഞു എന്ന് പറയാം. ഈ 2 പരാജയങ്ങൾ ശരിക്കും ഫാസിലിനെ വിഷമിപ്പിച്ചിരിക്കാം. അതിൻ്റെ റെക്കോർഡായിരുന്നു എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയുടെ പിറവി. ഒരു അത്ഭുത ബാലികയെ വച്ച് ഫാസിൽ മനോഹരമായ സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കി. മലയാളത്തിൽ 21 സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് പാച്ചിക്ക. ഇതിൽ ചിലത് തമിഴിൽ അദ്ദേഹം റീമേക്കും ചെയ്തു. 4 വയസ്സുള്ളപ്പോഴാണ് മാമാട്ടിക്കുട്ടി അമ്മയാകാൻ ശാലിനി എത്തുന്നത്. 1979 നവംബർ 20 ശാലിനിയുടെ ജനന തീയതി. അപ്പോൾ 46 വയസ്സായി മാമാട്ടിക്കുട്ടിയമ്മയായ ശാലിനിക്കെന്ന് വിശ്വസിക്കാൻ മനസ്സിനൊരു വൈക്ലഭ്യം പോലെ. 46 വയസ്സ് ശാലിനിക്കായി എന്ന് ചിന്തിക്കാം. അപ്പം നമ്മൾ എത്ര കാലം കടന്നു പോയി എന്നാലോചിക്കും. നമ്മുടെയൊക്കെ പ്രായം എവിടേക്ക് പോയെന്ന് ആലോചിച്ചു. 2 പരാജയ ചിത്രങ്ങൾക്ക് ശേഷം അടുത്ത സിനിമയ്ക്കായി ഫാസിൽ തയ്യാറെടുക്കുമ്പോൾ 2 പടം പരാജയപ്പെട്ടതല്ലേ, അടുത്ത പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കാമെന്ന് നവോദയ അപ്പച്ചൻ തയ്യാറായി. സിനിമാ കമ്പം തലയ്ക്ക് പിടിച്ച് സിനിമാ നഗരത്തിലെത്തിയ ബാബുവിന് സിനിമ ഒരിക്കലും ഇടം നൽകിയില്ല. ഒരു ഗായകനാകാനായിട്ടാണ് ബാബു കൊല്ലത്തുനിന്ന് വണ്ടി കയറിയത്. ഒരു ഫാൻസി കടയിലെ സെയിൽസ്മാനായി ജീവിതം തുടങ്ങി ബാബു. കൊല്ലത്തുകാരനായ ബാബു ജന്മം കൊണ്ട് ഒരു മുസൽമാനാണ്. ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ്, ആലീസ്. മരുമകൻ അജിത്ത്, നടൻ അജിത്ത് ബ്രാഹ്മണ യുവാവാണ്, തൃശ്ശൂരുകാരൻ. അപ്പോൾ ശാലിനിയുടെ 2 മക്കൾ ഏത് മതക്കാർ ആയിരിക്കാമെന്ന് ചോദിച്ചാൽ ബബ്ബ എന്നേ പറയാൻ പറ്റൂ. അടച്ചു നോക്കൂ. ശാലിനിയുടെ അച്ഛൻ മുസ്ലിം, അമ്മ പെന്തക്കോസ് ക്രിസ്ത്യൻ, അജിത്ത് ബ്രാഹ്മൺ. അപ്പോൾ ആ കുട്ടികൾ ഏത് ജാതിയായിരിക്കും? എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നിയ ഒരു ബന്ധമാണത്.
തനിക്ക് സിനിമയിൽ നേടാനാകാതെ പോയതൊക്കെ തൻ്റെ 3 മക്കൾ നേടണമെന്ന് ബാബു ആഗ്രഹിച്ചു. ജോലി കഴിഞ്ഞിറങ്ങിയാൽ മോളുടെ ഫോട്ടോകളുമായി സിനിമാക്കാരെ കാണുക എന്നത് ബാബുവിൻ്റെ സ്ഥിരം പണിയായിരുന്നു. നല്ലൊരു ഫോട്ടോഗ്രാഫർ കമ്പക്കാരനായിരുന്നു ബാബു. അതിനാൽ തന്നെ കുറേ അധികം ഫോട്ടോകൾ മക്കളുടേത് എടുത്ത് ബാബു സൂക്ഷിച്ചിരുന്നു. പലപ്പോഴും നമ്മൾ വിധിയെ പഴി പറയും. വിധി നിയോഗം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വഴിയെ പോയിരിക്കും. ജീവിതം എന്നതിന് അങ്ങനെ പോകും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശാലിനിയുടെ അച്ഛൻ ബാബുവിൻ്റെ യാത്ര. കൊല്ലം റെയിൽവേ സ്റ്റേഷനടുത്തായിരുന്നു ബാബുവിൻ്റെ വീട്. കൂട്ടുകാരൻ ഷറഫുദ്ദീനും സിനിമാ കമ്പക്കാരനായിരുന്നു. 1968 കൊല്ലം വഴി മദ്രാശിക്ക് പോയ ട്രെയിനിൽ കൂട്ടുകാർ 2 പേരും കയറുമ്പോൾ ഫൈറ്റ് മാസ്റ്ററുടെ അസിസ്റ്റൻ്റായ ഒരു രാജൻ്റെ മേൽവിലാസം മാത്രമാണ് സ്വന്തം. വീട്ടിൽ അറിയാതെയാണ് മുങ്ങിയത്. ഒരാഴ്ച സിനിമാ നഗരം ചുറ്റിയപ്പോൾ ഷറഫുദ്ദീന് മതിയായി. അവൻ നാട്ടിലേക്ക് മടങ്ങി. നന്നായി പാടാനറിയാവുന്ന ബാബു കോടമ്പക്കത്ത് കറങ്ങി നടന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കായി പാരഡികൾ പാടി. ഇതുകൊണ്ട് ജീവിതം പോകില്ല എന്ന് ബാബുവിന് മനസ്സിലായി. കോടമ്പക്കത്ത് തന്നെ ഒരു ഫാൻസി ഷോപ്പിൽ സെയിൽസ്മാനായി. 2 വർഷം കഴിഞ്ഞ് ബാബു കൊല്ലത്തെത്തുമ്പോൾ വാപ്പ മയ്യത്തായ വിവരം അറിയുന്നു. ഇനി വീട് വിട്ട് പോകണ്ട എന്ന് വീട്ടുകാരുടെ നിർദ്ദേശമൊന്നും ബാബു ചെവിക്കൊണ്ടില്ല. ഇനിയുള്ള തൻ്റെ ജീവിതം സിനിമാ നഗരത്തിൽ തന്നെയെന്ന് ബാബു ഉറപ്പിച്ചിരുന്നു. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ അത് ചെന്നൈ സിനിമാ നഗരം തരും എന്ന് ബാബു വിശ്വസിച്ചിരുന്നു. അതിന് ഒരു ഉദാഹരണമുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ. പെരമ്പൂരിലെ ഒരു കുടിലിൽ നിന്നും, കുടിൽ പോലുള്ള ഒരു വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ നടന്ന് ആൽവാർപേട്ടയിൽ വരുന്ന ഒരു ബാലനുണ്ടായിരുന്നു. 15 കിലോമീറ്റർ നടന്ന് വിയർത്ത് മുഷിഞ്ഞ ഷർട്ടൂരി കവറിൽ വച്ചിട്ട് കവറിൽ സൂക്ഷിച്ച ഷർട്ട് എടുത്തിട്ട് സിനിമാക്കാരുടെ മുന്നിൽ അവസരം തേടി പോകുമായിരുന്നു. അങ്ങനെ നടന്ന് 15 കിലോമീറ്റർ ഇങ്ങോട്ടും 15 മിനിറ്റ് അങ്ങോട്ടും 30 കിലോമീറ്റർ ദിവസവും നടന്ന് ചാൻസ് ചോദിച്ച ആളാണ് പിന്നീട് തമിഴൻ്റെ മക്കൾ തിലകമായി മാറിയ MGR. അദ്ദേഹമാണ് ബാബുവിൻ്റെ റോൾ മോഡൽ. 6 വർഷം ദുരിതക്കയത്തിലൂടെ ബാബു കടന്നുപോയി. ആലീസ് എന്ന പെന്തക്കോസ്തുകാരി പ്രേമത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവർക്ക് റിച്ചാർഡ് എന്ന മകൻ ജനിച്ചു. സുന്ദരനായ കുട്ടിയെ സിനിമയിൽ വിടാഞ്ഞത് എന്താണ് എന്ന് കണ്ടവരൊക്കെ തിരക്കി. റിച്ചാർഡിന് 2 വയസ്സുള്ളപ്പോൾ ശാലിനി ജനിച്ചു. ശാലിനി എന്ന കുറുമ്പി വീട്ടിലെ ഒരു കോഴിയെ എടുത്ത് നിൽക്കുന്ന ഒരു പോസ് ബാബു ക്യാമറയിൽ പകർത്തി. ഒരു കോഴിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആരും ഇഷ്ടപ്പെടുന്ന ചിത്രമായിരുന്നു അത്. വാടക വീടിൻ്റെ ഉടമസ്ഥൻ ഈ ശാലിനി കോഴിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടു. അയാൾക്ക് സിനിമാക്കാരുമായി എന്തോ അടുപ്പമുണ്ട്. കോഴിയെയും പിടിച്ചു നിൽക്കുന്ന ശാലിനിയുടെ ഫോട്ടോ ഒരു മിടുക്കിയായ കുട്ടിയെ തിരക്കുന്ന നവോദയയുടെ ഓഫീസിലെത്തി. നവോദയയിൽ നിന്നും ഒരു നാൾ ബാബു ജോലി ചെയ്യുന്ന ഫാൻസി കടയിലേക്ക് ഫോൺ വന്നു. ഹലോ, ബാബു അല്ലേ? നവോദയയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങളുടെ മോളെ ഒന്ന് കൊണ്ടുവരാമോ? കൊണ്ടുവരാം. കൊണ്ടുചെന്നു. ആരെയും ഒരു നിമിഷം കൊണ്ട് കയ്യിലെടുക്കുന്ന സ്വഭാവക്കാരിയാണ് ശാലിനി. നവോദയയുടെ ഓഫീസിലെത്തുമ്പോൾ ആദ്യം കണ്ടത് നവോദയ അപ്പച്ചൻ സാറിൻ്റെ മകൻ ജിജോയെയായിരുന്നു. സദാ കർച്ചീഫ് തലയിൽ കെട്ടുന്ന, തൊപ്പി പോലെ കെട്ടുന്ന ആളാണ് ജിജോ. അങ്ങനെ കർച്ചീഫും തലയും കെട്ടിയിരിക്കുന്ന ജിജോയെ കണ്ട ഉടനെ ശാലിനി ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഇതെന്തിനാ അങ്കിൾ ഈ തലയിൽ കെട്ട്? ആ ചോദ്യത്തിൻ്റെ ഒപ്പം തന്നെ തലയിലെ കെട്ടഴിച്ച് മാറ്റിയതും ഒരുമിച്ചായിരുന്നു. ആർക്കും ചെയ്യുമോ? ആലോചിച്ച് 3 വയസ്സല്ലേ ഉള്ളൂ, കെട്ടങ്ങ് അഴിച്ച് മാറ്റി. ജനിച്ച കാലത്തിന് മുന്നേ തന്നെ നല്ല പരിചയമുള്ള കണക്കുള്ള ശാലിനിയുടെ പെരുമാറ്റം നവോദയയുടെ ഓഫീസിലുണ്ടായിരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഫിക്സ്, ഉറപ്പിച്ചു. മാമാട്ടിക്കുട്ടിയമ്മ എവള് തന്നെ എന്നങ്ങ് തീരുമാനിച്ചു.
20 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, 4000 രൂപ ശമ്പളം തരും. ഈ വർഷത്തെ സംസ്ഥാന അവാർഡും മോൾക്കായിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു ജോജോ. പറഞ്ഞത് ശരിയായിരുന്നു. ആദമിൻ്റെ ഭാര്യയിൽ, ആരൂഢം, കൂടെവിടെ, രചന, നോക്കുകുത്തി, മലമുകളുടെ ദൈവം മുതലായ നല്ല സിനിമകളെ പിന്നിലാക്കി മാമാട്ടിക്കുട്ടിയമ്മ മികച്ച ചിത്രമായി സംസ്ഥാന അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഗോപി മാമാട്ടിക്കുട്ടിയമ്മയിലെ അഭിനയത്തിന് മികച്ച നടനും ബാലനടിയായി ശാലിനിയും ശബ്ദലേഖകൻ ദേവദാസും ഒക്കെ സംസ്ഥാന അവാർഡുകൾ മാമാട്ടിക്കുട്ടിയമ്മയിലൂടെ നേടി. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമയായ ജീവിത നൗക എന്ന് പറഞ്ഞ സിനിമയിലെ ആനത്തലയോളം വെണ്ണ തരാമട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്കുക എന്നുള്ള ഒരു പാട്ടുണ്ട്. യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരും അദ്ദേഹത്തിൻ്റെ മകൾ പുഷ്പവും, കോട്ടയം പുഷ്പവുമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ബേബി ഗിരിജ എന്ന ബാലതാരമാണ് ഈ പാട്ട് പാടി അഭിനയിച്ചിരിക്കുന്നത്. കണ്ടാൽ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. അത്രയ്ക്ക് നിഷ്കളങ്കമായാണ് ബേബി ഗിരിജ ഈ പാട്ടിൽ ചുണ്ടനക്കിയിരിക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത്. ബേബി ഗിരിജയും ബേബി സുമതിയും മുതൽ ബേബി 5 വരെ നിരവധി പെൺകുട്ടികൾ സ്ക്രീനിൽ വന്നു. നായികയായി മാറിയ നമ്മുടെ തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ അടിച്ചു കൊന്നു എന്നൊക്കെ പറയുന്ന ശോഭ അടക്കം ഈ പട്ടികയിലുണ്ട്. ശോഭ മികച്ച ബാലനടിക്കുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട്. കുമാരസംഭവത്തിലെ മുരുകനായി ശ്രീദേവി അഭിനയിച്ചത് ആ സിനിമ കണ്ടവർ മറക്കാനിടയില്ല. മാസ്റ്റർ രഘു, മാസ്റ്റർ സുരേഷ്, മാസ്റ്റർ ഹരി, പ്രശോഭ്, അരവിന്ദ് അടക്കം ഒരുപാട് ആൺകുട്ടികളും മലയാള സിനിമയിൽ വന്നുപോയി. എന്നാൽ ബേബി ശാലിനി ഉണ്ടാക്കിയ ഓളമൊന്നും ഇവരാരും നേടിയിട്ടില്ല. അതിന് പ്രധാന കാരണം ഒരു കുഞ്ഞിനെ പ്രധാന കഥാപാത്രമാക്കി നായകനോളവും നായികയോളവും പ്രാധാന്യം കുഞ്ഞിന് നൽകുന്ന സിനിമകൾ ബേബി ശാലിനി തരംഗത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇരട്ട വേഷത്തിൽ പോലും ബേബി ശാലിനിയെ കൊണ്ട് ചെയ്യിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ 2ാമത് വർക്ക് ചെയ്ത ജീവിതം ഒരു രാഗത്തിൻ്റെ റെക്കോർഡിങ്, തിരക്കഥ റെഡിയാക്കൽ, ചർച്ചകൾ ഒക്കെയായി കോടമ്പക്കം ഡയറക്ടേഴ്സ് കോളനിയിലെ ഒരു ചെറിയ വീട്ടിൽ ഞാൻ താമസിക്കുന്ന കാലം. ആദ്യമായിട്ട് ഞാൻ മദ്രാസിൽ ചെല്ലുന്നത് ഈ പടത്തിന് വേണ്ടിയാണ്. അവിടുന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ കോടമ്പക്കം മെയിൻ റോഡിലെത്താം. സംവിധായകൻ ശശികുമാർ സാറിൻ്റെ വീട്ടിൽ വച്ചിരിക്കുന്ന വലിയ നെയിം ബോർഡ് വായിച്ച് എഡിറ്റർ ജി മുരളിയുടെ എഡിറ്റിംഗ് സൂട്ടിന് മുന്നിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു മുറുക്കാങ്കടയുണ്ട്. എതിർവശത്ത് ഹോളിവുഡ് എന്ന കോഴിക്കോട്ടുകാരുടെ വലിയ നോൺ വെജ് ഹോട്ടലാണ്. ഈ മുറുക്കാങ്കടയിൽ വൈകുന്നേരം ചെന്നാൽ ഇന്ന് രാവിലെ ഇറങ്ങിയ മലയാളം പത്രം വൈകുന്നേരം കിട്ടും. പിന്നെ നാന അടക്കമുള്ള എല്ലാ സിനിമാ വാരികളും കിട്ടും. വീട്ടിൽ വഴക്കുണ്ടാക്കി ഷെയർ വാങ്ങി വിറ്റ് ബാക്കി കടം മറിച്ച് സ്വയം നിർമ്മാതാവും സംവിധായകനുമായ ഒരു മലയാളി പടം 10 നിലയിൽ പൊട്ടി കടക്കാരനായി മാറിയപ്പോൾ നിന്ന് പിഴയ്ക്കാൻ നിവൃത്തിയില്ലാതെ, വീട്ടിൽ പോകാൻ നിവൃത്തിയില്ലാതെ ഇവിടുന്ന് മുങ്ങി മദ്രാസിൽ ചെല്ലുകയും ഈ പറഞ്ഞ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ക്യാഷ്യറായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തോട്ടം തോന്നും. ഞാൻ താമസിക്കുന്ന ചെറിയ വീടിൻ്റെ നേരെ എതിർവശത്താണ് ഫാത്തിമ മാതാ സ്കൂൾ. ഒരു നാൾ തമിഴൻ്റെ ഇഡലി കഴിക്കാൻ നടക്കുമ്പോൾ ഒരു അംബാസിഡർ കാർ സ്കൂളിന് മുന്നിൽ വന്നു നിന്നു. അതിലെ ഡ്രൈവർ കൈമടക്കി വയ്ക്കാത്ത ഫുൾ കൈ ഷർട്ടിട്ട നല്ല ഉയരമുള്ള ആളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സ്മാർട്ടായ അയാൾ ചാടി ഇറങ്ങി എതിർവശത്തെ ഡോർ തുറന്ന് ഒരു പെൺകുട്ടിയെ ഇറക്കി വിട്ടു. അവൾ സ്കൂൾ ഗേറ്റിനടുത്തെത്തിയപ്പോൾ തിരിഞ്ഞ് ആ ഡ്രൈവർക്ക് ഒരു ടാറ്റ കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ ഡ്രൈവറെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ ആയിരിക്കാം? സാമ്പാറിൽ മുക്കി ഇഡലി കഴിക്കുമ്പോഴും പഴയ സംവിധായകൻ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ ബില്ല് കൊടുക്കുമ്പോഴും വീട്ടിലെത്തിയപ്പോഴും ആ ഡ്രൈവറെ പറ്റി എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെകഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് എവിടെ വെച്ചാണ് കണ്ടതെന്ന് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം
ഫാത്തിമ സ്കൂൾ വിടുന്ന നേരത്ത് പോയി വീണ്ടും അവിടെ നിന്നു. കുട്ടികൾ ആർത്ത് ഉല്ലസിച്ച് റിക്ഷകളിലും സ്കൂട്ടറുകളിലും ബൈക്കുകളിലും കാറുകളിലും സ്കൂൾ ബസ്സിലും ഒക്കെ കയറി വീട്ടിലേക്ക് പോയി. തിക്കും തിരക്കും കുറഞ്ഞപ്പോൾ ഞാൻ രാവിലെ കണ്ട ആ അംബാസഡർ കാറ് ദൂരെ നിന്ന് ഓടി വരുന്നു. രാവിലത്തെ അതേ വേഷം തന്നെയാണ് ഡ്രൈവർക്ക്. കാർ നിർത്തി ഡ്രൈവർ ഇറങ്ങുമ്പോൾ സിനിമയിൽ കാണും പോലെ ഗേറ്റിനകത്ത് നിന്നും സ്ലോ മോഷൻ ഓട്ടം പോലെ ചിരിച്ച് കൊണ്ടവൾ ബാഗുമായി വരുന്നു. സാക്ഷാൽ ബേബി ശാലിനി. ആ ഡ്രൈവർ ശാലിനിയുടെ അച്ഛൻ ബാബു ആയിരുന്നു. ബാബുവിനെ എവിടെയോ കണ്ട മാതിരി തോന്നിയത് ലൂസിയ സാജൻ, ഓറിയൻ്റൽ സാജൻ എന്നൊക്കെ അറിഞ്ഞിരുന്ന സിനിമാ നിർമ്മാതാവ് സാജൻ്റെ ബ്ലേഡ് കമ്പനിയായിരുന്നു ഓറിയൻ്റൽ. ഓറിയൻ്റലിൻ്റെ തിരുവനന്തപുരം ശാഖ ഉദ്ഘാടനത്തിന് ബേബി ശാലിനി വരുന്നു എന്നറിഞ്ഞിട്ട് രാവിലെ തന്നെ SMB സ്കൂളിൻ്റെ മതിലിൽ ഞാൻ സ്ഥലം പിടിച്ചു. ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. ദൂരെ നിന്നൊരു വെള്ള കോണ്ടസ കാറ് കാത്തു നിന്ന് അവസാനം നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്നും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച പൊക്കമുള്ള ബാബു ഇറങ്ങിയിട്ട് അത്ഭുത ബാലികയെ കാറിൽ നിന്നെടുത്ത് കൂടി നിന്ന ആയിരങ്ങൾക്ക് കാണിച്ച കാഴ്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ കാഴ്ച എൻ്റെ മനസ്സിലുണ്ട്. കൽപ്പറ്റയിലേക്ക് ഷൂട്ടിങ്ങിന് തിരിക്കുന്നത് വരെ ദിനചര്യ പോലെ ശാലിനിയെ കാണാൻ ഫാത്തിമയ്ക്ക് മുന്നിൽ ഞാൻ നിൽക്കുമായിരുന്നു. മലയാളിയുടെ വികാരമായിരുന്നു ഒരു കാലത്ത് ശാലിനി. ഷൂട്ടിങ്ങിൻ്റെ തലേന്ന് ആലപ്പുഴയിൽ എത്തുമ്പോഴാണ് ഫാസിലിനെ ശാലിനി ആദ്യമായി കാണുന്നത്. മാമാട്ടിയാകാൻ ഒരുപാട് കുട്ടികളെ നോക്കി മടുത്തിരുന്ന ഫാസിലിൻ്റെ മുന്നിലേക്ക് ശാലിനി ഓടിയെത്തി. ശാലിനിയും ഫാസിലും പെട്ടെന്ന് കൂട്ടായി. നന്നായി അഭിനയിച്ച് കാണിക്കാൻ അറിയാവുന്ന ഫാസിൽ കാണിച്ചു കൊടുത്തതൊക്കെ മണി പോലെ ക്യാമറയ്ക്ക് മുന്നിൽ ശാലിനി കാണിച്ചു. സിനിമ നനച്ചിരുന്നതിനേക്കാൾ വമ്പൻ ഹിറ്റായി മാറിയപ്പോൾ കൂർമ്മ ബുദ്ധിയുള്ള നവോദയ അപ്പച്ചൻ ബാബുവിനെ വിളിച്ചു. കുറച്ച് ദിവസം കൂടി കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾക്കൊപ്പം ബാബു വരണം. മാമാട്ടിക്കുട്ടിയമ്മ കളിക്കുന്ന എല്ലാ തിയേറ്ററുകളിലേക്കും ബേബി ശാലിനിയെ കൊണ്ടുചെന്നു. സ്നേഹചുംബനങ്ങൾ കൊണ്ട് കാണികൾ ശാലിനിയെ അക്ഷരാർത്ഥത്തിൽ പൊതിഞ്ഞു. ശാലിനിയുടെ ചിരി നേരിട്ട് കാണാൻ മണിക്കൂറുകൾ കാത്ത് ആയിരങ്ങൾ തിയേറ്ററുകളിൽ തടിച്ചുകൂടി നിന്നു. മമ്മൂട്ടിയും ജയപ്രദയും നായകനും നായികയുമായ ബേബി ശാലിനി മകളായി അഭിനയിച്ച ജോഷി സാറിൻ്റെ ഒരു സിനിമയുണ്ട്, ഇനിയും കഥ തുടരും. കലു ഡെന്നീസിൻ്റെയാണ് തിരക്കഥ. കൊച്ചിയിൽ ചിത്രീകരിക്കുന്ന സമയം കൊച്ചി ഷിപ്പ്യാർഡിലും പരിസരത്തുമാണ് അതിൻ്റെ ഷൂട്ടിങ്. വില്ലന്മാർ ശാലിനിയെ കടലിലേക്ക് വലിച്ചെറിയുന്ന ഷോട്ട് എടുക്കണം. ശാലിനിയും അവളുടെ അച്ഛൻ ബാബുവും റെഡി. ചിത്രീകരണം കാണാൻ കൂടിക്കിടക്കുന്ന ജനത്തിന് എന്നാൽ അത് സമ്മതമല്ല. എല്ലാ സുരക്ഷിതത്വവും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്ന് ബാബു തന്നെ മെഗാഫോണിലൂടെ പറഞ്ഞിട്ടും ജനത്തിന് അത് സമ്മതമല്ല. ഒടുവിൽ ശാലിനിയെ വെള്ളത്തിലേക്ക് എറിയുന്ന ഷോട്ട് ജോഷി സാർ ഉപേക്ഷിച്ചു. മലയാളികളുടെ ജീവനായിരുന്നു ശാലിനി എന്നത് ബാബുവിനെ ഒരുപാട് സന്തോഷിപ്പിച്ചിരിക്കാം. കലു ഡെന്നീസ് സാഗ അപ്പച്ചന് വേണ്ടി, അന്ന് സാഗ അപ്പച്ചൻ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചനാണ്, സാജനെ സംവിധായകനാക്കി ഒരു സിനിമ എടുക്കുന്നു. ഭരതൻ്റെ ചാമരം മുതൽ പഞ്ചാബി ഹൗസ് വരെ 18 സിനിമകൾ നിർമ്മിക്കുകയും ഒരു സിനിമയും പരാജയപ്പെടാതെ വിജയിക്കുകയും ചെയ്ത നിർമ്മാതാവാണ് ജഗൻ അപ്പച്ചൻ എന്ന സാഗ അപ്പച്ചൻ. അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ആര് എന്ന് ചോദിച്ചാൽ കലു ഡെന്നീസാണ്. ചാമരത്തിന് പിന്നാലെ തുടർച്ചയായി രക്തം, കർത്തവ്യം, ചക്കരയുമ്മ, മലരിങ്കിളിയും എന്നിവയ്ക്ക് തിരക്കഥ എഴുതിയത് കലൂരാനാണ്. കോട്ടയം കുറുപ്പും തിരക്കാരനാണ് അപ്പച്ചൻ. കലൂരാനെ അപ്പച്ചൻ വിളിക്കുന്നത് ഡെന്നി എന്നാണ്. അപ്പച്ചനായി സാജൻ ചെയ്ത ചക്കരയുമ്മയിലൂടെയാണ് ബേബി ശാലിനിക്കായി കലു ഡെന്നീസ് തിരക്കഥ എഴുതി തുടങ്ങുന്നത്. മമ്മൂട്ടിയും നായിക കാജൽ കിരണും
ബേബി ശാലിനിയും വാടകയ്ക്ക് താമസിക്കുന്ന വീടായി കലൂരാൻ്റെ വീട് ചിത്രീകരിച്ചു, കലൂരിലുള്ള വീട് ചിത്രീകരിച്ചു. സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്ന മമ്മൂട്ടിയെ കാണാനല്ല, ബേബി ശാലിനിയെ കാണാനായി ജനം ഇരച്ച് കയറി. കലൂരാൻ്റെ വീടിൻ്റെ മതിലുകൾ വരെ ജനം പൊളിച്ചു കളഞ്ഞു. ചക്കരുമ്മയും സന്ദർഭവും ഒരു നോക്ക് കാണാനും സൂപ്പർ ഹിറ്റായതോടെ ബേബി ശാലിനിയെ മുഖ്യ കഥാപാത്രമാക്കി കുടുംബകഥകളുടെ തിരക്കഥയ്ക്കായി കല്ലൂർ ഡെന്നിസിനെ പൊതിയുന്ന അവസ്ഥയായി സംവിധായകരും നിർമ്മാതാക്കളും. അദ്ദേഹം അന്ന് തിരക്കഥ എഴുതാനായിട്ട് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് താമസിച്ചിരുന്നത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാ റൂമുകളിലും നിർമ്മാതാക്കളും സംവിധായകരും വന്ന് റൂമെടുത്ത് താമസിക്കുമായിരുന്നു കലൂരാനെ പിടിക്കാൻ. ബേബി ശാലിനിക്കായി ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയ ക്രെഡിറ്റും കല്ലൂർ ഡെന്നിസിനാണ് സ്വന്തം. അങ്ങനെയാണ് കുട്ടിപ്പെട്ടി മമ്മൂട്ടി എന്ന പേര് വീണത്. ഒന്നാണ് നമ്മൾ കോടതി, കൂട്ടിനിളങ്കിളി, പ്രത്യേകം ശ്രദ്ധിക്കുക, മുഹൂർത്തം 11:30, ഒരു കുടക്കീഴിൽ, ഇനിയും കഥ തുടരും, ഒന്നിങ്ങി വന്നെങ്കിൽ തുടങ്ങി 13 സിനിമകൾക്ക് ബേബി ശാലിനി വെച്ച് കല്ലൂർ ഡെന്നിസ് തിരക്കഥ എഴുതി. ജർമ്മനിയിലും വത്തിക്കാനിലും ചിത്രീകരിച്ച മിനിമോൾ വത്തിക്കാനിലും ബേബി ശാലിനി ആയിരുന്നല്ലോ മുഖ്യ കഥാപാത്രം. 1984 സെപ്റ്റംബറിലാണ് ജോഷി സാറും രതീഷും കല്ലൂർ ഡെന്നിസും സരിതയും സ്വപ്നയും MG സോമനും ലാലു ലക്സും രവീന്ദ്രനും KPSC സണ്ണിയും ക്യാമറമാൻ ആനന്ദക്കുട്ടനും സഹസംവിധായകരും ഷൂട്ടിംഗ് ക്രൂവും ജോഷി സാറിനെ സഹായിക്കാനായിട്ട് സംവിധായകനായ തമ്പി കണ്ണന്താനവും ക്യാപ്റ്റൻ രാജുവും അടക്കം, ശാലിനിയും ശാലിനിയുടെ അച്ഛൻ ബാബുവും അടക്കം ഷൂട്ടിംഗ് ക്രൂ വലിയൊരു സംഘമായി വത്തിക്കാനിലേക്ക് പോയത്. കലൂരാന് താമസിക്കാൻ നൽകിയ മുറിയുടെ തൊട്ടടുത്ത മുറിയാണ് ശാലിനിയും അച്ഛനും താമസിച്ചത്. ശാലിനി ഇടയ്ക്കിടയ്ക്ക് കലൂരാൻ്റെ മുറിയിൽ വരും. സംശയങ്ങൾ ചോദിക്കാനാണ് വരവ്. വയസ്സ് 4 ആയുള്ളേ. ശാലിനി പറയേണ്ട സിനിമയിലെ ഡയലോഗുകൾ ആദ്യം ബാബു പഠിക്കും, പിന്നെ അത് മകളെ ബാബു പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു ക്യാമറയുടെ മുന്നിൽ ശാലിനി അഭിനയിച്ചിരുന്നത്. ജർമ്മനിയിൽ 2 ആഴ്ച ചിത്രീകരണം കഴിഞ്ഞപ്പോൾ ശാലിനിയെ മാർപ്പാപ്പ അനുഗ്രഹിക്കുന്ന സീനെടുക്കാനുള്ള അപ്രൂവൽ റെഡിയായി. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള അനുവാദം കിട്ടി. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ ചിത്രീകരണത്തിനൊന്നും ആർക്കും അനുവാദം ലഭിക്കില്ല. അത്ര എളുപ്പമല്ല അവിടുത്തെ ചിത്രീകരണം. ജർമ്മനിയിൽ സ്ഥിരതാമസക്കാരനായ അഗസ്റ്റിൻ എലഞ്ഞിപ്പള്ളിയുടെ സ്വാധീനം കൊണ്ടാണ് അനുവാദം ലഭിച്ചത്. നിർമ്മാതാക്കളിൽ ഒരാൾ എലഞ്ഞിപ്പള്ളിയായിരുന്നു. ജോൺ പോൾ മാർപ്പാപ്പയാണ് അന്നത്തെ വത്തിക്കാൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ വത്തിക്കാൻ്റെ ഭരണാധികാരി മാർപ്പാപ്പ. അദ്ദേഹം ശാലിനിയെ ആശീർവദിക്കുന്ന ഒരു ചെറു സീനാണ് പള്ളിക്കകത്ത് ചിത്രീകരിക്കാനുള്ളത്. സരിതയുടെ മകളുടെ വേഷമാണ് ശാലിനിക്ക്. സരിത, സോമൻ, ശാലിനി, ജോഷി, ആനന്ദക്കുട്ടൻ, പിന്നെ 2 ടെക്നീഷ്യന്മാർ എന്നിവർക്കാണ് പള്ളിക്കകത്ത് കയറാനുള്ള അനുവാദം കിട്ടിയത്. ഷൂട്ടിംഗ് ആണെന്ന് അറിയാതെ ചിത്രീകരിക്കണമെന്ന ഭാരിച്ച പണിയും. സരിത ശാലിനിയെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതുവഴി വന്ന മാർപ്പാപ്പ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കുഞ്ഞു സീൻ മാത്രമേ എടുക്കാനുള്ളൂ. അതിനെ പെർമിഷൻ നൽകിയിട്ടുള്ളൂ. മാർപ്പാപ്പ വന്നു, ശാലിനിയുടെ മിനിമോളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. സ്നേഹപൂർവ്വം അവളുടെ കവിളിൽ തട്ടി. ആരും പറയാതെ ബേബി ശാലിനി ഒരു പണിയൊപ്പിച്ചു. തിരിച്ച് മാർപ്പാപ്പയുടെ കവിളിൽ സ്നേഹത്തോടെ തട്ടി. പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെയൊന്നും മാർപ്പാപ്പയെ സ്പർശിക്കാൻ പാടില്ല. അവൾക്കെന്ത് മാർപ്പാപ്പ, 4 വയസ്സുകാരിയായ ശാലിനിക്കെന്ത് മാർപ്പാപ്പ. അവൾ തിരിച്ച് അവളുടെ കവിളിൽ തട്ടിയതുപോലെ തന്നെ തിരിച്ചും മാർപ്പാപ്പയെ തട്ടി. മാർപ്പാപ്പയുമായുള്ള സീന് ഭംഗിയായി ചിത്രീകരിച്ചു. വത്തിക്കാൻ തെരുവിലൂടെ സോമനും സരിതയും ബേബി ശാലിനിയും നടന്നു വരുന്ന ഷോട്ടുകൾ കൂടിയെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കി. ഇവിടെ വത്തിക്കാനിൽ ചിത്രീകരിക്കാൻ പോയ മറ്റൊരു സിനിമയുടെ കഥ കൂടി പറയാം. ഏലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ബെന്നി ആശംസയായിരുന്നു സംവിധായകൻ. ഏലിയമ്മച്ചിയായി അഭിനയിച്ചത് KPSC ലളിതയാണ്. പിന്നെ നമ്മുടെ ഇവിടെ പോർട്ടിൻ്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ദിവ്യ എസ് അയ്യർ കന്യാസ്ത്രീയായി അഭിനയിച്ച സിനിമയാണ്. ബെന്നി ആശംസയാണ് സംവിധാനവും നിർമ്മാണവും. വത്തിക്കാനിൽ പോകാമെന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് ചേച്ചി, ലളിത ചേച്ചി ഇതിൽ വീണത്, ഈ പടത്തിൽ. അങ്ങനെ ഇവരെല്ലാം കൂടി വളരെ കുറച്ച് ക്രൂ
വത്തിക്കാനിലേക്ക് പോയി. അവിടെ പോയി ഈ പറഞ്ഞതുപോലുള്ള പ്രോസസ്സൊക്കെ നടത്തി സാങ്ഷനാക്കി മാർപ്പാപ്പ വരുന്ന സ്ഥലത്ത്, കൃത്യമായി ക്യാമറയിൽ വരാവുന്ന സ്ഥലത്ത് ലളിത ചേച്ചി ഇരുത്തി. അപ്പോൾ മാർപ്പാപ്പ വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും പോലെ എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലയിൽ അനുഗ്രഹിക്കും, എല്ലാം പറഞ്ഞു കൊടുത്തു. റിഹേഴ്സലൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ. ബെന്നി തന്നെയാണ് ക്യാമറയും. ബെന്നി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയായിട്ട് നിന്നു. കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് മാർപ്പാപ്പ ശിഷ്യരെ കാണാനായി ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരെയും കണ്ട് തൊഴുത് വിഷ് ചെയ്ത് അനുഗ്രഹിച്ച് തലോടി ഒക്കെ മാർപ്പാപ്പ നടന്ന് ലളിത ചേച്ചിയുടെ അടുത്തെത്താറായപ്പോൾ ഏതോ ഒരു അടുത്ത് നിന്ന സാമദ്രോഹി ലളിത ചേച്ചിയുടെ കാലിൽ ഷൂ കൊണ്ട് ചവിട്ടി. വേദന കൊണ്ട് വളഞ്ഞ ലളിത ചേച്ചി പെട്ടെന്ന് കുനിഞ്ഞ് കാലിലേക്ക് നോക്കി അവനെ എന്തൊക്കെയോ, സായിപ്പല്ലേ, പക്ഷേ സായിപ്പിനെ വല്ലതും അറിയാം, അവനെ മലയാളത്തിൽ ചേച്ചി പറയാവുന്ന തെറിയൊക്കെ വിളിച്ച്. ഇതിനിടയിൽ ചേച്ചി കാല് ചവിട്ടി അയ്യോ എന്ന് വിളിച്ചോണ്ട് കാല് നോക്കിയതിനിടയിൽ മാർപ്പാപ്പ ചേച്ചിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് പോയി. പിന്നെ റീടേക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി സാങ്ഷൻ കിട്ടുമോ? ഇല്ല. അങ്ങനെ മാർപ്പാപ്പ പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞ പോലെ മാർപ്പാപ്പേരെ സീനെടുക്കാൻ പറ്റി. ലളിത ചേച്ചിയുടെ കാല് ചവിട്ടി കിട്ടിയപ്പോൾ മാർപ്പാപ്പേരെ വഴിക്ക് പോയി. ബെന്നി ചേച്ചിയെ വഴക്ക് പറഞ്ഞ് ഒരു പരുവാക്കി. പക്ഷേ ചേച്ചിക്ക് അതൊന്നും മനസ്സിലാവണില്ല. ചേച്ചി പറഞ്ഞാൽ എടാ ഒരുത്തൻ എൻ്റെ കാലിലിട്ട് ഒരു സായിപ്പ് ചവിട്ടിയിടാ, പിന്നെ അവനെ ചീത്ത വിളിക്കാതിരിക്കും നോക്കുമോ. ഞാൻ അങ്ങനെ അതിനിടയിൽ അങ്ങേരങ്ങ് പെയ്യുന്നു. ഏതങ്ങേര് മാർപ്പാപ്പ അങ്ങ് പോയത്. എനിക്ക് എന്തെങ്കിലും മാർപ്പാപ്പയെ കുറിച്ച് ആലോചിച്ചാൽ ഏലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസിന് പോയ ലളിത ചേച്ചിയെ പറ്റി ഞാൻ ആലോചിക്കും. ബേബി ശാലിനി ഇരട്ട റോളിൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഒരു നോക്ക് കാണാൻ. ഈ സിനിമയുടെ തിരക്കഥയും കലൂർ ഡെന്നിസിൻ്റേതായിരുന്നു. ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ, ഉണ്ണിമോളെ ഉറങ്ങിയില്ല എന്ന ശ്രദ്ധേയമായ പാട്ടുള്ള സിനിമ. ശ്യാമിൻ്റെ സംഗീതത്തിൽ ചുനക്കര രാമൻകുട്ടി എഴുതി ഉണ്ണിമേനോനും KS ചിത്രയും പാടിയ പാട്ടാണ്. മമ്മൂട്ടിയും അംബികയും ചേർന്നുള്ള പാട്ട് കാണാൻ TV-യിലൊക്കെ പ്രേക്ഷകർ മത്സരിച്ച് ഒരു കാലത്ത് കത്തെഴുതുമായിരുന്നു, ദൂരദർശനൊക്കെ. അത്ര രസകരമായി. ബേബി ശാലിനി ഡബിളാണ്. മമ്മൂട്ടിക്ക് ജനിച്ച 2 മക്കളിൽ രണ്ട് ഭാര്യമാരിൽ ജനിച്ച 2 പെൺകുട്ടികൾ. നല്ല രസമായിട്ട് സാജൻ ചിത്രീകരിച്ചിരുന്നു. ചക്കരയുമ്മ സാജൻ്റെ സംവിധാനമായിരുന്നു ഒരു നോക്ക് കാണാൻ. കുട്ടിത്തം മാറിയ ബേബി ശാലിനിയെ പഠിക്കാനായി വിട്ടു ബാബു. അവളൊരു ഒത്ത പെണ്ണായപ്പോൾ ഫാസിൽ തന്നെ ശാലിനിയെ വീണ്ടും നായികയാക്കി. നവാഗതനായ കുഞ്ചോക്ക ബോബനെ നായകനാക്കി അനിയത്തി പ്രാവ്. മാമാട്ടിക്കുട്ടിയമ്മ പോലെ തന്നെ അനിയത്തി പ്രാവും സൂപ്പർ ഹിറ്റായി എന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നാലെ മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിച്ച ശാലിനി മമ്മൂട്ടിയുടെ പെങ്ങളായി അനിൽ ബാബുവിൻ്റെ കളിയുഞ്ഞാലിൽ ദിലീപിൻ്റെ നായികയായി വന്നു. എറണാകുളത്തെ സെറ്റിൽ, ചിത്രീകരണം നടക്കുന്ന സെറ്റിൽ കലൂരാൻ ഒരു നാൾ ചെന്നു. പഴയ സ്നേഹ ആദരവോടെ ബാബു ഓടി വന്ന് കലൂരാനെ കണ്ടതും കുശലങ്ങളും ചോദിച്ച് കെട്ടിപ്പിടിച്ചു. കുശല അന്വേഷണങ്ങൾക്ക് ശേഷം ബാബു പോയി ശാലിനിയെ വിളിച്ചുകൊണ്ട് വന്നു. ശാലിനിക്ക് ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നെ പ്രധാന വേഷക്കാരിയാക്കി 13 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ് എന്നൊന്നും അറിയില്ല. കാരണം 4 വയസ്സിലല്ലേ. 4 വയസ്സുകാരി 20 വയസ്സാകുമ്പോൾ 16 വർഷത്തെ ഇതെല്ലാം മറന്നു പോകില്ലേ. 4 വയസ്സിൽ കണ്ടയാളെ 20-ാം വയസ്സിൽ അറിയുന്നത് എങ്ങനെ? ഈ അങ്കിളിനെ അറിയുമോ? ബാബു ചോദിച്ചു. ചക്കര ഉമ്മ മുതൽ മിനിമോൾ വത്തിക്കാനിൽ വരെ 13 നിൻ്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ് കലൂർ ഡെന്നിസ്. വിസ്മയത്തോടെ ശാലിനി പറഞ്ഞു, സോറി അങ്കിൾ, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടതല്ലേ, എനിക്ക് മനസ്സിലായില്ല. പിന്നെ കലൂരാൻ അറിയുന്നത് തമിഴിലെ സൂപ്പർ താരം അജിത്തും ശാലിനിയും വിവാഹിതരായി എന്നുള്ളതാണ്. 2 സിനിമകളിൽ അജിത്തിൻ്റെ നായികയായപ്പോൾ ഒരു സ്ഥിരം സിനിമ നായികയല്ല ശാലിനി എന്ന് അജിത്തിന് ബോധ്യമായപ്പോൾ അയാൾക്കിഷ്ടമായി. വിവാഹിതരായി. 2 കുട്ടികളുടെ അമ്മയാണിപ്പോൾ ശാലിനി. കുടുംബിനിയായി ജീവിക്കുന്നു സന്തോഷകരമായി. ശാലിനിയെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് ശ്യാമിലി എന്ന ശാലിനിയുടെ അനുജത്തിയായ അത്ഭുത ബാലിയെ പറ്റി പറയാത്തതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ മനഃപൂർവ്വമാണ് പറയാത്തത്. ശ്യാമിലിയെപ്പറ്റി പിന്നെ ഒരിക്കൽ ചെയ്യാം. ഇപ്പോൾ ശാലിനിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ശ്യാമിലിയെ വിട്ടതല്ല, മറന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്
നല്ല എന്താ പറയുക ഉച്ചയ്ക്ക് പായസമൊക്കെ കുടിച്ച് മത്തടിച്ച് കിടന്ന് ഉറങ്ങി എണീറ്റൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കാം. വൈകുന്നേരവും എന്താ പറയുക ഉച്ചക്കുള്ള സദ്യയിലെ കറികളൊക്കെ കൂട്ടി കഴിച്ച് നേരത്തെ സുഖമായി ഉറങ്ങിക്കൊള്ളൂ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.